ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ആരായാലും മോശമില്ല, പേരിൽ ഒരു മാണി ഉണ്ടായാൽ മതി. ജോസ് കെ മാണി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേനെ. ഒരു തമാശയായി പറഞ്ഞതാണ്. മാണി സി കാപ്പൻ നേടിയത് ഉജ്ജ്വല വിജയം തന്നെയാണ്. മാണിക്ക് പകരം മറ്റൊരു മാണി കൃത്യമായ പോരാട്ട വീര്യത്തിലൂടെ ആൾ ദൈവങ്ങളുടെ പ്രവചനങ്ങളെയും കേരള കോൺഗ്രസിലെ പ്രവർത്തകരുടെയും ചില നേതാക്കളുടെയും നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെയും നേടിയ തകർപ്പൻ വിജയമെന്ന് വേണം പറയാൻ. വിജയമുറപ്പിച്ച് കളത്തിലിറങ്ങിയതായിരുന്നു കേരള കോൺഗ്രസ്. ആത്മവിശ്വാസമുണ്ടായിരുന്നു UDFന് പാലയിൽ. വ്യക്തമായ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ പോലും വേണമെങ്കിൽ വോട്ട് തന്നാൽ മതി എന്ന ചിന്താഗതി നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നു. കാരണം KM മാണിയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു സഹതാപ തരംഗത്തിലൂടെ ജോസ് ടോമിന് വിജയിച്ചു കയറാൻ പറ്റുമെന്ന ആർജവമുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അതിനെ പാലയിലെ പൊതുജനങ്ങൾ മടക്കിക്കൊടുത്ത് പോക്കറ്റിലിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. 2943 എന്ന് പറയുന്നത് അത്ര ചെറിയ കണക്കൊന്നുമല്ല. ഒരു പോരാട്ട വീര്യത്തിന്റെ കഥയുണ്ട് ആ കണക്കിന് പറയാൻ. KM മാണിക്കൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഓരോ തവണയും ഭൂരിപക്ഷം കുറച്ച മാണി സി കാപ്പന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന മാണി സി കാപ്പന്റെ വിശ്വാസത്തിനെ കേരള കോൺഗ്രസ് നേരിട്ടത് KM മാണിയുടെ മരണത്തിന് ശേഷമുള്ള സഹതാപ തരംഗം വോട്ട് ബാങ്കായി മാറുമെന്നുള്ള ആർജവമായ ഒരു വിശ്വാസമായിരുന്നു. അതിനെ മടക്കിക്കൊടുത്ത് പോക്കറ്റിൽ വെക്കാൻ പാലയിലെ ജനങ്ങൾ തന്നെ പറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജോസ് ടോം വിജയിക്കുന്നതിന് മുൻപ് തന്നെ ഫലം പുറത്തു വന്ന രീതിയിലായിരുന്നു കേരള കോൺഗ്രസിലെ പ്രവർത്തകർ. ജോസ് ടോമിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് MLA ആണ് എന്ന് വരെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ജോസ് ടോമിനെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പൊതുജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കടന്നു വന്നു. ഇത്തരക്കാരോട് ഒരു കാര്യം പറയുകയാണ്, ഇത് നിങ്ങളുടെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ ആൾ ദൈവങ്ങളുടെ പ്രവചനം എന്നതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു തീരുമാനങ്ങളുണ്ട്, ഓരോ പ്രവചനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പരസ്യമായിട്ട് ഇതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വിടുന്നത് ഒരിക്കലും നല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക്, നല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്ന പണിയല്ല എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായാലും തമ്മിൽ തല്ല് പരസ്യമാക്കിയ നിങ്ങൾക്ക് പരസ്യമായി തന്നെ പൊതുജനങ്ങൾ കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.